ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കഥ തുടങ്ങിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കഥ. ഈ കാലത്ത് സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇത് മുഴുവനായും കേൾക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ബസ്സിൽ നിന്നിറങ്ങി തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടി വലിച്ചു നേരെ ഇട്ടുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിലേക്ക് നോക്കുകയും ചെയ്യും. വലത് കൈയിൽ നിവർത്താത്ത ഒരു കുടയും പിടിച്ചിട്ടുണ്ട്. ഓരോ തവണ വാച്ചിലേക്ക് നോക്കുമ്പോഴും നടപ്പിൻ്റെ വേഗതയും കൂടിക്കൂടി വന്നു. ഒരു ലൈറ്റ് പിങ്ക് കോട്ടൺ സാരിയാണ് അവളുടെ വേഷം. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും തൊട്ടു മുകളിലായി ഒരു ചെറിയൊരു ചന്ദനക്കുറിയും. ഇടതൂർന്ന നീണ്ട മുടി മെടഞ്ഞിട്ടിരിക്കുന്നു. പതിവ് പോലെ മുടിയുടെ നടുവിലായി തണ്ടോടുകൂടി തുളസിക്കതിരും വെച്ചിട്ടുണ്ട്. നടപ്പിനിടയിൽ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ഒലിച്ച് കഴുത്തിൽ ഇറങ്ങിയതും സാരി തലപ്പ് കൊണ്ട് അവയെ ഒന്ന് തുടച്ചു മാറ്റി അവൾ. സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചതും അവളുടെ കവിൾ റോസാ പൂവിതളിനെ അനുസ്മരിക്കും വിധം ചുവന്നു തുടുത്തു. പാർവതി ടീച്ചറെ! പിന്നിൽ പരിചിതമായൊരു സ്ത്രീ ശബ്ദം. അത് കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി പാർവതി. അല്ല, ഇതാരാ? വസുന്ധര ടീച്ചറോ? ഞാൻ കരുതി ഇന്ന് ഞാൻ മാത്രം ലേറ്റെന്ന്. വസുന്ധര അടുത്തെത്തിയതും നിറഞ്ഞ പുഞ്ചിരിയോടെ പാർവതി പറഞ്ഞു. എത്ര രാവിലെ എണീറ്റാലും നേരം തികയത്തില്ല ടീച്ചറെ. രാവിലെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അതിൻ്റെ പാടറിയാൻ പറ്റൂ. ക്ലോക്കിലെ സൂചി ചുമ്മാതങ്ങ് കറങ്ങുവാണോ എന്ന് പോലും തോന്നിപ്പോന്നു. വീട് പണികളും ചെയ്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യമെല്ലാം തീർത്തിട്ട് വേണ്ടേ നമുക്ക് റെഡിയായി ഇറങ്ങാൻ. കുട്ടികൾ രാവിലെ സ്കൂൾ ബസ്സിൽ കയറിപ്പോയി. അവരുടെ കൂടെ പോകാമെന്ന് കരുതിയാ ഓരോ ദിവസവും ഞാൻ എണീക്കുന്നു. എങ്ങനെയും മോഹനേട്ടൻ്റെ കയ്യും കാലും പിടിച്ച് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഇറക്കിയത്. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ ഇതിൻ്റെയൊക്കെ പാടറിയൂ. ഇനി വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ കേൾക്കാം, ഉച്ചക്കത്തെ ഊണിന് കൊണ്ടുപോയി കറിയിൽ ഉപ്പ് കൂടിപ്പോയി, എരിവ് കുറഞ്ഞു പോയി, അങ്ങനെ. സ്പീഡിലുള്ള നടപ്പിനിടയിൽ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വസുന്ധര പറയുമ്പോൾ അത് കേട്ടൊന്ന് ചിരിച്ചു പാർവതി. നീ അറിഞ്ഞോ പാർവതി, നമ്മുടെ മിനി ടീച്ചറിന് രണ്ടാമതും വിശേഷമുണ്ടത്രേ. എൻ്റെ വസുന്ധര ടീച്ചറെ, ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ചുമ്മാതല്ല സ്കൂളിലെ റേഡിയോ എന്ന് വിളിപ്പേര് കിട്ടിയത്. റേഡിയോ എങ്കിൽ റേഡിയോ, എന്ത് വേണേലും ആളുകൾ വിളിച്ചോട്ടെ. ഞാൻ സത്യമല്ല പറഞ്ഞത്. അതൊക്കെ പോട്ടെ, നമ്മുടെ സ്കൂൾ മേടിച്ച പുതിയ മാനേജ്മെൻറ്റ് ഇന്ന് വരുമെന്നാണ് കേട്ടത്. ആണോ? നീയും ചേർത്ത് മൊത്തം 12 പേരാ ഈ വർഷം ജോയിൻ ചെയ്ത്. അതിൽ 4 പേരെ ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് അവരുടെ കാര്യം പേടിക്കണ്ട. ഹൈസ്കൂൾ ഉള്ളവർക്കും ചിലപ്പോൾ ഒരു കൺസിഡറേഷൻ കിട്ടിയേക്കും. പിന്നെ ഉള്ളത് നിൻ്റെ UP സെക്ഷനാ. അതിലുള്ള 3 പേരിൽ നിൻ്റെ കാര്യം ഇത്തിരി കഷ്ടത്തിലുള്ള. മറ്റവർ 2 പേരും പണം കൊടുത്താ ജോലിക്ക് കയറിയത്. പഴയ മാനേജ്മെൻറ്റാണ് പണം വാങ്ങിയതെങ്കിലും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിനോട് അവർ അത് പറഞ്ഞു കാണും. പിന്നെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടില്ല നിനക്ക് ജോലി കിട്ടിയേ, പണവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ കാര്യത്തിലാണ് ഒരു പേടി. അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് പാർവതിയുടേത്. അച്ഛൻ ഗോപാലകൃഷ്ണൻ ടൗണിലെ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ നിർമ്മല ഹൗസ് വൈഫും. ചേച്ചി ശ്രീവിദ്യ പഠിത്തം കഴിഞ്ഞ് നിൽക്കുക. അനിയത്തി വേദ ഇപ്പോൾ 10ൽ പഠിക്കുന്നു. ചേച്ചി പഠിക്കാൻ പണ്ടേ മോശമായതുകൊണ്ട് തട്ടിയും മുട്ടിയ ഡിഗ്രി കഴിഞ്ഞത്. വിവാഹം കഴിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് ജാതകത്തിലെ ചൊവ്വാദോഷം. വരുന്ന ആലോചനകളിൽ 1 2 പൊരുത്തം കിട്ടുന്നത്. പക്ഷെ അവിടെയും വില്ലനായി സ്ത്രീധനം എന്ന പ്രശ്നം കടന്നുകൂടും. പക്ഷേ പഠിക്കാൻ മിടുക്കിയായിരുന്നു പാർവതി എന്ന് താൻ. ഡിഗ്രി കഴിഞ്ഞതും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാ ജോലിക്ക് പോകാമെന്ന് കരുതി. എതിർപ്പൊന്നും കൂടാതെ അമ്മയും അച്ഛനും അത് അനുകൂലിച്ചു. അതുകൊണ്ടാണ് അച്ഛൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ ഓണറെ കണ്ട് അച്ഛൻ അപേക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ട് അവിടെ തന്നെ സ്കൂളിൽ ജോലി കിട്ടി. ഇന്നേക്ക് 8 മാസം തികയുന്നു ജോലി കിട്ടിയിട്ട്. നഗരത്തിലെ തന്നെ വലിയ സ്കൂളാണ് വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ. 1000 കണക്കിന് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്.
ഇടയ്ക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പഴയ മാനേജ്മെൻറ്റ് സ്കൂൾ വിൽക്കുകയായിരുന്നു. കൊച്ചിയിലുള്ള ഏതോ വലിയ ബിസിനസ് ഗ്രൂപ്പാണ് വാങ്ങിയതെന്നറിയാം. സ്കൂൾ കാണാൻ പോലും ഇന്ന് വരെ ആരും വന്നിട്ടില്ല. അവരുടെ ഒരു മാനേജറാണ് ആകെ കൂടെ വന്നു. അയാൾക്കുണ്ടായിരുന്നു 2 വലങ്കൈ അപ്പുറം ഇപ്പുറം. ഇന്നിപ്പം വരാൻ പോകുന്നത് സ്കൂൾ വാങ്ങിയ ആളാണെങ്കിൽ തൻ്റെ കാര്യം പോക്കാം. ജോലിക്ക് കയറി തുടങ്ങി അടുത്ത മാസം തന്നെ തുച്ഛമായ വണ്ടിക്കൂലിക്ക് വേണ്ടുന്ന തുക കയ്യിലെടുത്തിട്ട് ബാക്കി ചിട്ടിക്ക് കൊടുത്തു തുടങ്ങിയതാ. ചേച്ചിയുടെ ആവശ്യത്തിന് എടുക്കാമെന്ന് കരുതിയാ അങ്ങനെ ചെയ്തത്. അച്ഛനെ കൊണ്ട് ഒന്ന് ഒറ്റക്ക് കൂട്ടിയാൽ കൂടിയില്ല. ഓരോന്ന് ആലോചിച്ച് ആ നടപ്പ് നടന്നു. നീ എന്താ പാർവതി ഇങ്ങനെ ആലോചിക്കണേ? ഒന്ന് വേഗം നടക്ക്. അസംബ്ലിക്ക് മുമ്പ് അങ്ങ് എത്തേണ്ടതാ. നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം പാർവതി. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പ്രിൻസിപ്പലിനോടൊന്ന് സംസാരിക്ക്. പുള്ളിക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. നിന്നോടൊരു പ്രത്യേക ഇഷ്ടവും വാത്സല്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പുതിയ MD കേൾക്കാതിരിക്കില്ല. എല്ലാം ശരിയാവും മോളെ, നീ വേഗം വാ, ബെല്ലടിക്കാൻ സമയമായി. തിരക്കിട്ട് സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ പതിവ് പോലെ സെക്യൂരിറ്റിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനും പാർവതി മറന്നില്ല. ID കാർഡ് പഞ്ച് ചെയ്ത് വസുന്ധരയോട് വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് നേരെ UP സെക്ഷനിലെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. മാത്സ് ആണ് പാർവതിയുടെ സബ്ജക്റ്റ്. കൂടാതെ 3ാം ക്ലാസ്സിലെ B സെക്ഷനിലെ ക്ലാസ് ടീച്ചർ കൂടിയാണ്. സ്റ്റാഫ് റൂമിലെത്തി ഡെസ്കിൽ ബാഗ് വെച്ചതും അസംബ്ലിക്കുള്ള ബെൽ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ വരിവരിയായി ഗ്രൗണ്ടിലെത്തിയതും ലാസ്റ്റ് ബെൽ റിങ്ങായി. ഇംഗ്ലീഷ് പ്രയർ സോങ് കഴിഞ്ഞതും പ്രിൻസിപ്പൽ ഗംഗാധര മേനോൻ മൈക്കിന് മുന്നിലായി വന്നു നിന്നു. പിന്നീട് ഒരു പ്രസംഗമായിരുന്നു. ഓരോന്നോരോന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിൻ്റെ പ്രസംഗം നീണ്ടു പോകുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിൽ ആയിരുന്നു. വെയിലിൻ്റെ തീവ്രത ചിലരിലെങ്കും തളർച്ച പടർത്തുന്നത് പോലെ. അതൊക്കെ നോക്കി നിൽക്കാനേ പാർവതിക്ക് കഴിഞ്ഞുള്ളൂ. അസംബ്ലി കഴിഞ്ഞ് ഓരോ ക്ലാസ്സിലെ കുട്ടികളായും പിരിഞ്ഞു പോയി തുടങ്ങിയതും പാർവതിയും നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. നിങ്ങളറിഞ്ഞോ, ഇന്ന് പുതിയ മാനേജ്മെൻറ്റ് വരുന്നുണ്ട് സ്കൂളിൽ. ഇതുവരെ ഈ സ്കൂൾ വാങ്ങിയത് ആരാണോ എന്താണോ ഒന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. മയൂരി ടീച്ചറുടെ സംസാരം അവിടെ മുഴങ്ങിക്കേട്ടു. ഞാനും കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ജോലിയൊക്കെ പോകാനാ ചാൻസ് അല്ല ടീച്ചറെ? നമ്മൾ പണം കൊടുത്തിട്ടല്ലേ സാറ് ജോലിക്ക് കയറിയത്? ചുമ്മാതൊന്നും അല്ലല്ലോ. അങ്ങനെ ഒന്നും കൊടുക്കാതെ കയറിയവർ മാത്രം സൂക്ഷിച്ചാൽ മതി. പാർവതിയെ ഒന്ന് ചൂഴ്ന്ന് നോക്കിക്കൊണ്ട് മയൂരി പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെങ്കിലും കേൾക്കാത്ത മട്ടിൽ ബുക്കുകളൊക്കെ എടുത്ത് ക്ലാസ്സിലേക്ക് പോയി പാർവതി. ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴും എല്ലാം പാർവതിയുടെ മനസ്സ് സ്വസ്ഥമായിരുന്നു. തൻ്റെ കുടുംബം ഒന്ന് പച്ച പിടിച്ചു തുടങ്ങിയതാ. അച്ഛന് കിട്ടുന്ന തുച്ഛമായ തുകയിൽ വീട്ടുചെലവ് തന്നെ കഷ്ടിച്ച നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാ സമ്പാദ്യം എന്ന് പറയുന്നൊരു ചിട്ടിയെങ്കിലും ഉള്ളത്. ഈ ജോലി കൂടി നഷ്ടപ്പെട്ടാൽ അത് തനിക്കും കുടുംബത്തിനും സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. ഓരോന്നോർത്തും ഫസ്റ്റ് അവർ കഴിഞ്ഞതും കുട്ടികളെയൊക്കെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് പോയി. നേരെ പോയത് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാ. ഇതാരാ? പാർവതി ടീച്ചറോ? വാ ഇരിക്ക്. എന്താ ടീച്ചറെ മുഖത്തൊരു വാട്ട? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ കുട്ടി, എന്താണേലും പറഞ്ഞോളൂ. അത് സർ, പുതിയ മാനേജ്മെൻറ്റിൽ നിന്ന് വരുന്നു എന്ന് കേട്ടു. വരുന്നുണ്ട്, അതിനെന്താ? എനിക്കറിയാം മോളുടെ മനസ്സിലെ വിഷമം. എനിക്കും സ്കൂൾ വാങ്ങിച്ചവരെ പറ്റി ഈ ഒരു പിടിയും ഇല്ല മോളെ. എറണാകുളത്തുള്ളവരാണെന്ന് മാത്രം അറിയാം. സ്കൂളും പരിസരവും നോക്കാൻ പോലും ആരും വന്നില്ലല്ലോ. ആകെ കൂടി വന്നത് ഒരു കോട്ടിട്ടൊരു മാനേജരും അയാളുടെ 2 ശിങ്കടികളാണ്. അന്ന് വന്നപ്പോൾ ടാബിൽ സ്കൂളിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഞാൻ വിചാരിച്ചത് വാങ്ങില്ല എന്നാ. ഇതിപ്പോൾ സ്കൂൾ മാത്രമല്ല, ഫാക്ടറിയും പറഞ്ഞ തുക മുഴുവനും കൊടുത്തവർ വാങ്ങിയെന്നാണ് കേൾക്കുന്നു. എന്താ, ഫാക്ടറിയും വാങ്ങിയോ? എന്നിട്ട് അച്ഛൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ആരും അറിഞ്ഞിട്ടില്ല കുട്ടി. എന്നോട് തന്നെ രാജശേഖരൻ സാർ വളരെ രഹസ്യമായി പറഞ്ഞ കാര്യമായത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം അവർ ഇതൊക്കെ വിറ്റത്, അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. സ്കൂളിൽ നിന്നും ഫാക്ടറിയിൽ നിന്നും വർഷം കോടികളുടെ ലാഭമല്ലേ ഉണ്ടാകുന്നത്. അത് വാങ്ങിയവർക്കറിയാം. വില ഉറപ്പിച്ച അടുത്ത ദിവസം തന്നെ മുഴുവൻ തുകയും കൊടുത്ത് രജിസ്ട്രേഷനും നടത്തിയത്.
ഇത് വാങ്ങിയ ആളെ അന്ന് രാജശേഖരൻ സാർ കാണുന്നത് തന്നെ. സർ, ഇത്രയൊക്കെ വലിയ ആളുകളാവുമ്പോൾ എൻ്റെ ജോലിയുടെ കാര്യം? അറിയില്ല പാർവതി. ഇനി പാർവതിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം.